ഇന്ന് അങ്ങനെ ഇരുന്നപ്പോ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാലോ എന്നൊരാഗ്രഹം. ഈ പഴംപൊരി എന്നുള്ള വാക്ക് എങ്ങനെ എന്റെ വായിൽ കയറി കൂടിയെന്ന് എനിക്ക് അറിയാൻ പാടാട്ടോ. കാരണം ഞങ്ങൾ കൊതങ്കലംകാർക്ക് ഇത് പഴംപൊരി അല്ല പഴംപൊളി. ഞാൻ ഉണ്ടാക്കുമ്പോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു പലഹാരമാട്ടോ പഴംപൊരി. സാധാരണ ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മൈദയും പഞ്ചസാരയും മഞ്ഞപ്പൊടി മാത്രമായിട്ട് ചേർക്കാറുള്ളൂ. ഇന്നിപ്പോ വീഡിയോ എടുക്കല്ലോ, എന്നാ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ട്. പിന്നെ മെയിൻ വിഷമം എന്നാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കണമല്ലോ എന്ന് ഓർത്ത്. വെളിച്ചെണ്ണയുടെ ഇപ്പത്തെ വില ഓർക്കുമ്പോൾ തോന്നും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഓ അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ ജീവിക്കാൻ പറ്റും. ഒരു കുഞ്ഞു പഴംപൊരി അല്ല ഞാനുണ്ടാവും. ഇനിയിപ്പോ സ്വന്തമായിട്ടൊരു തെങ്ങും 2 വാഴയൊക്കെ വെച്ചിട്ട് പഴംപൊരി തിന്നാന്ന് വെച്ചാൽ നടക്കണ കാര്യമാണ്. ഒരു പഴത്തിൽ നിന്ന് 2 പഴംപൊരി ഉണ്ടാക്കുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല. ഒരു പഴത്തിൽ നിന്ന് മാക്സിമം 4 പഴംപൊരി ഞാനുണ്ടാവും. അങ്ങനെ 2-3 പഴം ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പഴംപൊരി നമുക്ക് ഉണ്ടാവും. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ അമ്മ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ. അന്നേരം അത് കുറെ കഴിക്കുമായിരുന്നു. അതീ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴപ്പഴമൊക്കെ ആയിരുന്നു. ഇങ്ങനെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ടി വരാറില്ലായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ചൂടൻ പഴംപൊരിയും അതിന്റെ കൂടെ ഇച്ചിരി ചായയും കൂടെ കൂടി ഭയങ്കര ഒരു കോമ്പിനേഷൻ. പിന്നെ ഈ ഭയങ്കര കോമ്പിനേഷൻ പറയുന്ന ബീഫും പഴംപൊരിയും ഞാൻ കഴിച്ചു നോക്കിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴംപൊരിയുടെ കോമ്പിനേഷൻസ് ഏതൊക്കെയാന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഏതായാലും പഴംപൊരിയെ കൂട്ടി ചായ കുടിച്ചിട്ടോ. നല്ല സൂപ്പർ പഴംപൊരി ആയിരുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.